നമസ്കാരം. മെഡിസപ്പും റീഇംബേഴ്സ്മെൻറ്റും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് അതിൻ്റെ രണ്ടാം ഘട്ടം അടിയന്തര സാഹചര്യങ്ങളിൽ എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിൽ ചികിത്സ തേടിയാലും പിന്നീട് ആ ചികിത്സകൾക്കുള്ള തുക റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ രീതികളെക്കുറിച്ചും അതിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചും എങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ട വിവിധ സ്റ്റെപ്പുകളെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ താഴെ പറയുന്ന 13 അടിയന്തര ചികിത്സകൾക്കാണ് എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിൽ നമ്മൾ ചികിത്സ നേടിയാലും പിന്നീട് ഓൺലൈൻ വഴി അതിൻ്റെ ബില്ലുകളും കേസ് ഡയറിയും സമർപ്പിച്ച് തുക റീഇംബേഴ്സ്മെൻറ്റായി ക്ലെയിം ചെയ്യേണ്ടത്. സ്ക്രീനിൽ കാണുന്ന 13 ചികിത്സകൾക്കാണ് മെഡിസപ്പ് പോർട്ടലിലൂടെ റീഇംബേഴ്സ്മെൻ്റായിട്ട് ചികിത്സകൾക്കുള്ള തുക ലഭ്യമാകുന്നത്. ഗുരുതരമായ വാഹനാപകടങ്ങൾ, ഹൃദയാഘാതം, പക്ഷാഘാതം, വീഴ്ച മൂലമുള്ള പരിക്കുകൾ, ആക്രമണം, മൂർച്ചയില്ലാത്ത വസ്തുക്കൾ കൊണ്ടുള്ള ആഘാതം, മൃഗങ്ങളുടെ ആക്രമണം, അബദ്ധത്തിൽ വെള്ളത്തിൽ മുങ്ങുക, അബദ്ധത്തിൽ തൂങ്ങുക, വൈദ്യുതിയാഘാതം ഏൽക്കുക, സൂര്യാഘാതം ഏൽക്കുക, ആശുപത്രിവാസം ആവശ്യമായി വരുന്ന പൊള്ളലുകൾ, അബദ്ധത്തിൽ വിഷബാധ ഏൽക്കുക, പാമ്പുകടി ഏൽക്കുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലാണ് എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിലാണെങ്കിൽ പോലും മെഡിസപ്പിൽ അംഗത്വമുള്ളവർക്ക് ചികിത്സ നേടിയാൽ പിന്നീട് ബില്ലും കേസ് ഡയറിയും ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ റീഇംബേഴ്സ്മെൻ്റായിട്ട് തുക ലഭിക്കുന്നത്. മെഡിസപ്പ് പോർട്ടലിലൂടെ റീഇംബേഴ്സ്മെൻറ്റിനുള്ള തുക ക്ലെയിം ചെയ്യുന്ന ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളതാണ് തുടർന്ന് വിവരിക്കുന്നത്. മെഡിസപ്പ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബെഡ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് സ്ക്രീനിൽ ബെനിഫിഷ്യറി എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വെൽക്കം പേജ് കാണാൻ സാധിക്കും. കണ്ടിന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ റീഇംബേഴ്സ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. തുടർന്ന് കേസ് ഹിസ്റ്ററി, കേസ് സബ്മിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ന്യൂ ക്ലെയിം. തുടർന്ന് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് ന്യൂ റീഇംബേഴ്സ്മെൻറ്റ്, സെലക്ട് നെയിം, റിലേഷൻഷിപ്പ്. പേര് സെലക്ട് ചെയ്യുമ്പോൾ മെഡിസപ്പ് ഐ ഡിയിലുള്ള ഉപഭോക്താക്കളുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നതാണ്. ആ പേര് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ നമ്പരും പ്രസൻറ്റ് അഡ്രസ്സും ഓട്ടോ ഫില്ലായിട്ട് ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ളതിൽ ഏത് രോഗത്തിനാണ്, ഏത് ചികിത്സയ്ക്കാണ് ചികിത്സ തേടിയതെന്ന് ഇവിടെ വ്യക്തമാക്കേണ്ടതാണ്. തുടർന്ന് ഡീറ്റെയിൽസ്, ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലെയിം നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടും. റീഇംബേഴ്സ്മെൻറ്റിന് അർഹതയുള്ള പക്ഷം സമർപ്പിക്കേണ്ട മറ്റ് അസൽ രേഖകളുടെ വിവരങ്ങളും അവ അയക്കേണ്ട വിലാസവും അടങ്ങിയ ഇമെയിൽ സന്ദേശം അപേക്ഷകൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് രേഖകൾ പരിശോധിച്ച് അംഗീകരിക്കുന്ന പക്ഷം ക്ലെയിം തുക ഇൻഷുറൻസ് കമ്പനി അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അർഹതയില്ലാത്ത അപേക്ഷകൾ, അതായത് നിരസിക്കുന്ന അപേക്ഷകളെ സംബന്ധിച്ചുള്ള സന്ദേശവും ഇമെയിൽ വഴി ലഭ്യമാകുന്നതാണ്. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഈ രീതിയിൽ റീഇംബേഴ്സ്മെൻറ്റിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1800-425-0237 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു.